നമുക്ക് 62ാമത്തെ വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. അതിനകത്തും 4 ചോദ്യങ്ങളുണ്ട്. ഏതാനും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കാണും. ഈ ചോദ്യങ്ങളിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ആണ് ഇതിനകത്ത് പറയാനുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചിരിക്കുന്നതിൻ്റെ തുടർച്ച തന്നെ, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് ഇൻട്രൊഡക്ടറി വീഡിയോയിൽ മാറ്റമില്ലാത്തത്. ഒരേ കാര്യം തന്നെയാണ് ഇൻട്രൊഡക്ഷനായിട്ട് ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ആംഗിൾ ഓഫ് വിഷൻ എന്നുള്ളത് 2 തരത്തിലുള്ള ആംഗിൾ ഓഫ് വിഷൻ ഉണ്ടാവും. ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. മുകളിലേക്കാണ് നോക്കുന്നതെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് എലിവേഷൻ, അല്പം താഴേക്കാണ് നോക്കുന്നതെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറയും. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രോബ്ലങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു റൈറ്റ് ട്രയാങ്കിളിനെ കാണാൻ കഴിയണം, അതിന് പറ്റിയൊരു ചിത്രം വരക്കാൻ കഴിയണം. ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. 62ാമത്തെ വർക്ക്ഷീറ്റിലെ ആദ്യത്തെ ചോദ്യം, ദ ഡിസ്റ്റൻസ് ഫ്രം, ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 buildings 100 meter. The distance between 2 buildings is 100 meter. 2 ബിൽഡിങ്ങുകൾ തമ്മിലുള്ള അകലം 100 മീറ്റർ ആണ്. അത്രയേ ഉള്ളൂ. The height of one building is double the height of other building. വായിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ആ കാഴ്ച കാണുക. 2 ബിൽഡിങ്ങുകൾ തമ്മിലുള്ള അകലം 100 മീറ്റർ ആണ്. ഒരെണ്ണത്തിൻ്റെ ഹൈറ്റ് മറ്റതിൻ്റെ 2 times ആണ്, ഡബിൾ ആണ്. The top of the buildings can be seen at the angle 60 degree and 30 degree from a point between the buildings. Draw the rough diagram. അതായത് ഇങ്ങനെയാണ്. ഇതാണ് ആ ഗ്രൗണ്ട്. ആ ഗ്രൗണ്ടിൽ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ഒരു വലിയ ബിൽഡിംഗ്. ഇവിടെ ഒരു ചെറിയ ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, ഈ വലിയ ബിൽഡിങ്ങിന് ഈ ബിൽഡിങ്ങിന് AC എന്ന് കൊടുത്തു, ഇതിന് BD എന്നും പേര് കൊടുത്തു. ഇതാണ് ആൻസർ PDF ഫയലിലിട്ടിരിക്കുന്ന ലെറ്റേഴ്സ്. അത് തന്നെയാണ് ഞാൻ ഇവിടെയും കൊടുക്കുന്നത്. ഓക്കെ, ഇടയ്ക്കുള്ളൊരു പോയിന്റിൽ നിന്നുകൊണ്ടാണ് നോക്കുന്നത്. ഇങ്ങനെയാണ് നോക്കുന്നത്. ഈ പോയിന്റിൽ നിന്നുകൊണ്ട് 2നെയും മുകളിലേക്ക് നോക്കുന്നു. അതായത് ഈ പോയിൻ്റ് P എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ മുകളിലേക്ക് കാണുന്നു, ഇതിനെയും മുകളിലേക്ക് നോക്കുന്നു. ദിസ് ആംഗിൾ ഈസ് 60 ഡിഗ്രി ആൻഡ് ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ഇവ തമ്മിലുള്ള അകലം 100 മീറ്റർ ആണെന്നറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, 100 മീറ്റർ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 buildings ഈസ് 100 മീറ്റർ. വ്യക്തമായിട്ട് പറയുന്നു, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 buildings ഈസ് 100 മീറ്റർ. A മുതൽ B വരെയുള്ള ദൂരം 100 മീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തോളം 100 മീറ്റർ ആയതുകൊണ്ട്, ഇത് 100 മീറ്റർ ആയതുകൊണ്ട് 100 മീറ്റർ. ഓക്കെ, ഈ ദൂരത്തെ X, അല്ലെങ്കിൽ ഇതിന് X എന്നെടുത്താൽ ഇത് 100 മൈനസ് X എന്നെഴുതാം. എന്നിട്ട് AC-യെ H എന്നെഴുതിയാൽ ഇതിന് നമുക്ക് കൃത്യമായി 2H എന്നെഴുതാൻ സാധിക്കും. ഓക്കെ, tan 30 ഈസ് ഈക്വൽ ടു, ആദ്യത്തെ ചോദ്യം ഈ പടം വരക്കുക എന്നുള്ളതാണ്. അതിങ്ങനെ വരച്ചിട്ടുണ്ട്. B എഴുതുമ്പോൾ tan 30 ഈസ് ഈക്വൽ ടു H/100 മൈനസ് X. Therefore 100 മൈനസ് X ഈസ് ഈക്വൽ ടു √3. കണ്ടോ, ഇവിടെ tan 30 എന്ന് പറയുന്നത് 1/√3 ആണ്. അതിങ്ങനെ എഴുതാം നമുക്ക്. ദിസ് ഈസ് 1/√3 ഈസ് ഈക്വൽ ടു 1/√3 ഈസ് ഈക്വൽ ടു H/100 മൈനസ് X. Therefore 100 മൈനസ് X ഈസ് ഈക്വൽ ടു H√3. 100 മൈനസ് X ഈസ് ഈക്വൽ ടു H√3 എന്ന് എഴുതാം. ഓക്കെ, ഇത് ഇക്വേഷൻ 1. tan 60 ഈസ് ഈക്വൽ ടു 2H/X. Therefore
√3x is equal to tan 60 is √3 is equal to 2h. ഇത്ര എഴുതാം നമുക്ക്, 2h എന്ന് എഴുതാം. ഇവിടെ ഈ ദിസ് ഈസ് ഇക്വേഷൻ 2. അപ്പോൾ ഇക്വേഷൻ 1 എന്താവുമെന്ന് നോക്കാം. ഇക്വേഷൻ 1നെ നമുക്കൊന്ന് മാറ്റി എഴുതാം. അതായത് 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു, ഇവിടെ എച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? √3/2x ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു എച്ച് √3 ആണല്ലോ. അപ്പോൾ ഇവിടെ എന്തെഴുതാം? ഇസ് ഈക്വൽ ടു 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് ഇൻറ്റു √3. എച്ചിന് പകരം നമുക്ക് √3/2x ഇൻറ്റു √3 എന്ന് എഴുതാം. കാരണം എച്ചിന് പകരം ഇവിടെ കണ്ടോ, എച്ച് എന്ന് പറയുന്നത് √3/2x ആണ്. അപ്പോൾ ഇവിടെ 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു √3 3x/2. ഇതിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു 100 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 3x. ദാറ്റ് ഈസ് 200 മൈനസ് 2x ഇസ് ഈക്വൽ ടു 3x. ദാറ്റ് ഈസ് 200 ഇസ് ഈക്വൽ ടു 5x. 200 is equal to 5x. 200 is equal to 5x and x is equal to 40 എന്ന് എഴുതാം. 40 മീറ്റർ. ഇത് 40 ആണെങ്കിൽ ഇത് 60 ആയിരിക്കുമല്ലോ, ആകെ 100 ആണ്. ഓക്കെ, ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് എന്താണ്? കാൽക്കുലേറ്റ് ദ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് ആണ് വേണ്ടത്. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു √3x/2 എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് √3 ഇൻറ്റു 40/2. ദാറ്റ് ഈസ് ഈക്വൽ 20 √3 മീറ്റർ എന്നെഴുതാൻ സാധിക്കും. 20 √3 മീറ്റർ എന്നെഴുതാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യമായിട്ട് നിൽക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. The top of a 30-meter high building can be seen from a point at some distance from the foot of the building at an angle of elevation 30 degree. When the point of observation is some distance closer to the building, the angle becomes 60 degree. ഈ ചോദ്യം പല പ്രാവശ്യം വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമാണത്. ദ ടോപ്പ് ഓഫ് എ 30-meter ഹൈ ബിൽഡിംഗ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റാണ് 30 മീറ്റർ. ക്യാൻ ബി സീൻ ഫ്രം എ പോയിന്റ് സം ഡിസ്റ്റൻസ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ ഈസ് 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ്, ഇത് ഗ്രൗണ്ടാണ്, ഇതൊരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൽ നിന്ന് ബിൽഡിങ്ങിന് നമുക്ക് AB എന്ന് എഴുതാം. A, ദിസ് ഈസ് B. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ 30 ഡിഗ്രിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, 30 ഡിഗ്രി. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് അകലെ നിന്നിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ 30 ഡിഗ്രി ആംഗിളിലാണ് കാണുന്നത്. ദിസ് ഇസ് സി. ദിസ് ആംഗിൾ ഇസ് 30 ഡിഗ്രി. ഓക്കെ, ഇവിടെ പറയുന്നത് കുറച്ചടുത്തേക്ക് മൂവ് ചെയ്ത് നോക്കുമ്പോൾ, ഇവിടെ നിന്ന് കുറച്ചും കൂടി അടുത്തേക്ക് മാറി നിന്ന് നോക്കുമ്പോൾ ആംഗിൾ എത്രയായി മാറും? 60 ആയി മാറും. ദിസ് ആംഗിൾ ബിക്കം 60 ഡിഗ്രി. 60 ഡിഗ്രി. ഉണ്ട്. When the point of observation of some distance closer to the building is 60 degree. ഓക്കെ, കുറച്ചടുത്ത്
വരുമ്പോൾ കുറച്ചടുക്കുമ്പോൾ സം ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് ആണെന്ന് കരുതുക. അപ്പോൾ സപ്പോസ് ദിസ് ഇസ് പി. അപ്പോഴാണ് ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി ആയി മാറുന്നത്. ഓക്കെ, എന്നിട്ടാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? 3 ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം, ഡ്രോ എ ഡയഗ്രാം. ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇതാണ് ഡയഗ്രാം. ഡയഗ്രാം വരക്കാൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഫുട്ട് ഓഫ് ദ ബിൽഡിംഗ് ടു ദ സെക്കൻഡ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ? ഈ ദൂരം എത്രയാണ്? ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 30 ഡിഗ്രിയാണെന്ന്. ഈ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. കേട്ടോ, ഇത് 60 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇവിടെ tan 60 ഈസ് ഈക്വൽ ടു 30 ബൈ, ഈ ഡിസ്റ്റൻസ് നമുക്ക് y എന്ന് എടുത്ത് നോക്കൂ. ഈ ഡിസ്റ്റൻസ് എക്സ്, ദിസ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു y. ഇത് y എന്ന് എടുക്കാം. നമുക്ക് എന്ത് എഴുതാം? tan 60 ഈസ് ഈക്വൽ ടു 30 ബൈ y എന്ന് എഴുതാം. Therefore √3 ഈസ് ഈക്വൽ ടു 30 ബൈ y. tan 60 √3 ആണല്ലോ. Therefore y ഈസ് ഈക്വൽ ടു 30 ബൈ √3. ദാറ്റ് ഈസ് 33 ഇൻറ്റു 10 ബൈ √3 എന്ന് എഴുതാം. ഈ 3 എന്നുള്ളതിന് √3 ഇൻറ്റു √3 ഇൻറ്റു 10 ബൈ √3 എന്ന് എഴുതാം. കട്ട് ചെയ്ത് പോയാൽ 10√3 എന്ന് കിട്ടും നമുക്ക്. അത്രയും മീറ്റർ. അതാണ് y എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എഴുതാമല്ലോ. y ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 1.732, ദാറ്റ് ഈസ് ഈക്വൽ 17.32 മീറ്റർ എന്ന് എഴുതാം. ഏകദേശം ഇത്രയാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് tan 30 കാൽക്കുലേറ്റ് ചെയ്യുന്നു. tan 30 കാൽക്കുലേറ്റ് ചെയ്യുന്നു. tan 30 ഈസ് ഈക്വൽ ടു 30 ബൈ x plus y. That is tan 30 is 1 by √3 is equal to 30 by, what is x? X is x plus y. Y is 17.3 x എന്ന് കിട്ടിക്കഴിഞ്ഞു. 17.3 x. 1 by √3 is equal to x plus 17.3 x എന്ന് കിട്ടി. അതായത് ഇത്രയും കിട്ടും. ഇവിടെ നോക്കൂ, എക്സ് പ്ലസ് വൈ, ദിസ് ഈസ് 1 by √3, ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ബൈ എക്സ് പ്ലസ് വാട്ട് ഈസ് വൈ? വൈ ഈസ് ഈക്വൽ ടു 17.32. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 17.32 ഈസ് ഈക്വൽ ടു 30√3. അതിനകത്തുനിന്ന് നമുക്ക് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എക്സ് ഇസ് ഈക്വൽ ടു 30√3 മൈനസ് 17.32, ദാറ്റ് ഇസ് ഈക്വൽ ടു 34.6. 34.66 മീറ്റർ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഡി, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവേഷൻ? ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൈ. എക്സും വൈയും കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന 51.96. അതാണ് ഡിസ്റ്റൻസ്. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. എ ബലൂൺ മൂവിങ് ഹൊറിസോണ്ടലി at a height 88.2 meter from the ground sees at an angle of elevation 60 degree from a point on the ground. After some time, it can be seen at 40 degree from the same point. Draw the rough diagram. Calculate the distance moved by the balloon during this time. നമുക്ക് ഇതിന് പറ്റിയൊരു ചിത്രം വരക്കണം. അതായത് ഗ്രൗണ്ട് നമുക്കിങ്ങനെ വരക്കാം. ഇവിടെയാണ് ആദ്യം ബലൂൺ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ബലൂൺ ഇവിടെ എത്തും. ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. എ ബലൂൺ മൂവിങ് ഹൊറിസോണ്ടലി അറ്റ് ദ ഹൈറ്റ് ഓഫ് 88.2 മീറ്റർ. ഈ ഹൈറ്റ്
88.2 മീറ്ററാണ്. 88.2 മീറ്ററിലാണ് ബലൂൺ മൂവ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ബലൂൺ മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് നോക്കുന്നു. ആദ്യം കാണുന്നത് ഈ ആംഗിളിലാണ് 60 ഡിഗ്രി. പിന്നീട് കാണുന്നത് ഈ ആംഗിളിലാണ്, ഈ പൊസിഷൻ, അതായത് 30 ഡിഗ്രി. ഓക്കെ, നമുക്കിങ്ങനെ വരച്ച് 2 ട്രയാങ്കിൾസ് ആയിട്ട് ഇതിനെ കാണാം. എ ബി സി ഡി, ഇവിടെ പോയിൻ്റ് പി. ഇങ്ങനെ ഒരു ചിത്രം കാണുക. ഇവിടെ ബലൂൺ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ഇത് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഫിഗർ വരക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്രയും പൊക്കത്തിലെ ബലൂൺ ആദ്യത്തെ ഈ പൊസിഷനിൽ കണ്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തി ബലൂൺ. ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെയും 88 ഇവിടെ പറയുന്നുണ്ടല്ലോ 2 മീറ്റർ തന്നെയാണ് ഈ ഹൈറ്റും. നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. tan 60 is equal to 88.2 by PA. Therefore, PA is equal to എന്താണ് 88.2 by 1.73, that is 50.98 മീറ്റർ. 50.98 മീറ്റർ, അതാണ് പി എ, ഈ ഡിസ്റ്റൻസ്. ഇനി നമുക്ക് tan 30 എടുക്കാം. tan 30 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ tan ഇവിടുത്തെ ആംഗിൾ 40 ഡിഗ്രിയാണ്. 40 ഡിഗ്രിയാണ്. tan 40 ഈസ് ഈക്വൽ ടു എന്താണ് 88.2 ഓപ്പോസിറ്റ് സൈഡ് ബൈ ദിസ് സൈഡ്, ദാറ്റ് ഈസ് പി സി. That is PC is equal to 88.2 by 0.83, that is 106.2 മീറ്റർ. ഇവിടെ നിന്ന് ഇവിടത്തോളം കിട്ടി. Therefore AC is equal to, ഇവിടെ നിന്ന് ഇവിടത്തോളം 106 ആണ്. 106.2 മൈനസ് PA, that is 50.98. The answer is 55.2 മീറ്റർ. ഇങ്ങനെ കിട്ടുന്നു. ഈ 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വർക്ക്ഷീറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റു 2 ചോദ്യങ്ങൾ, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട മറ്റ് 2 ചോദ്യങ്ങൾ, അത് ആൻസർ ഫയലിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് സ്വയം ചെയ്യുക. ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ ആ ചോദ്യങ്ങൾ വീണ്ടും ചെയ്യാവുന്നതാണ്. These 2 are left as the homework for you. Okay.